പോകേണ്ടത് മധ്യകേരളത്തിലാണ്. UDF ഭരണത്തിലേറുമ്പോൾ അതിൽ പ്രധാന പങ്ക് വഹിക്കുന്നത് മധ്യകേരളത്തിലെ ജില്ലകളായിരിക്കും എന്ന് നേരത്തെ തന്നെ UDFന് കണക്കുകൂട്ടലുണ്ട്. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെ പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ശരിവെക്കുന്നതാണോ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ എന്ന് നോക്കാം. MK ഷുക്കൂറുടെ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാൻ. ഷുക്കൂർ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മധ്യകേരളത്തിലെ ജില്ലകളിൽ എത്ര വലിയ തിരിച്ചുവരവ് UDFനുണ്ടാകും എന്നാണ് പ്രവചിക്കുന്നത്? ദിവ്യ, മധ്യ കേരളത്തിലെ 5 ജില്ലകളിലെ 50 സീറ്റുകളിൽ നിലവിലെ UDFനുള്ളത് 14 സീറ്റുകളും അതുപോലെ തന്നെ LDFനുള്ളത് 36 സീറ്റുകളുമാണ്. എന്നാൽ ഇത്തവണ ഈ സീറ്റ് നേരെ ഇരട്ടിയാക്കും എന്നുള്ളൊരു പ്രതീക്ഷയാണ് UDF തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ പങ്കുവച്ചത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ പറഞ്ഞത് എറണാകുളത്തും ഇടുക്കിയിലും കോട്ടയത്തും സമ്പൂർണ്ണമായ ആധിപത്യം UDF നേടുമെന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്ന ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ സമ്പൂർണ്ണ ആധിപത്യം പറയുന്നില്ലെങ്കിലും വലിയ തോതിലുള്ള മുന്നേറ്റം ഈ ജില്ലകളിലെ മണ്ഡലങ്ങളിലുണ്ട് എന്ന് വ്യക്തമാണ്. തൃശ്ശൂരും അതുപോലെ തന്നെ ആലപ്പുഴയിലുമാണ് വലിയ ഒരു മുന്നേറ്റം കാണിക്കാത്തത്. എങ്കിൽ പോലും മധ്യ കേരളത്തിൽ വലിയ മുന്നേറ്റത്തോടു കൂടി തന്നെ ഈ 82 മുതൽ 90 വരെയുള്ള സീറ്റുകൾ അവൾ പിടിക്കാനുള്ള സാധ്യത നേരത്തെ തന്നെ പ്രവചിക്കപ്പെട്ടിരുന്നു. അത് ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലും വ്യക്തമായി വരുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തൃശ്ശൂർ പോലെയുള്ള ഒരു ജില്ല UDFന് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിലും 2-3 സീറ്റ് മാത്രമേ നൽകുന്നുള്ളൂ എന്നുള്ളതാണ്. നിലവിൽ തൃശ്ശൂരിലെ 13 സീറ്റിൽ കേവലം ഒരു സീറ്റ് ചാലക്കുടി മാത്രമാണ് UDFന്റെ കൈവശമുള്ളത്. അതിൽ 2-3-4 സീറ്റ് അതിനപ്പുറം എക്സിറ്റ് പോൾ ഫലങ്ങൾ UDFന് പ്രവചിക്കുന്നില്ല എന്നുള്ളതാണ്. UDFന്റെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു ഒരു കാലത്ത് തൃശ്ശൂർ. എന്നാൽ ആ ശക്തിയെല്ലാം ക്ഷയിച്ചുപോയി. പാടെ ദുർബലപ്പെട്ട ഒരു സംഘടനാ സംവിധാനത്തിൽ UDFന് അവിടെ കാര്യമായി ഒരു നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ശ്രദ്ധേയമായ ഒരു പോയിന്റായിട്ട് കണക്കാക്കാം. എറണാകുളം ജില്ലയിൽ 14 സീറ്റുകളാണുള്ളത്. നിലവിൽ അവർക്ക് 9 സീറ്റുണ്ട്. അത് 14 ലഭിക്കാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റായി പറയുന്നത്. ഈ 14 സീറ്റ് ലഭിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. മന്ത്രി P രാജീവ് മത്സരിക്കുന്ന കളമശ്ശേരിയുണ്ട്. ഒപ്പം തന്നെ UDF ആശങ്കപ്പെടുന്ന കൊച്ചിയുണ്ട്. ഈ മണ്ഡലങ്ങളിൽ എല്ലാം തന്നെ ഉള്ള കൊച്ചിയിൽ 14 സീറ്റ് വരെ നേടാമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിലെ പ്രധാനപ്പെട്ട പോയിന്റ്. മറ്റൊന്ന് ഇടുക്കി ജില്ലയാണ്. ഇടുക്കിയിൽ നിലവിൽ UDFനുള്ളത് ഏക സീറ്റാണ്. അതായത് 5 സീറ്റുകളിൽ ഒറ്റ സീറ്റ് മാത്രമാണ് UDFനുള്ളത്. ഇവിടെയും 5 സീറ്റും നേടാനുള്ള സാധ്യതയാണ് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കാണുന്നത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. കാരണം അവിടെയും LDFന്റെ ഒരു മന്ത്രി റോഷി അഗസ്റ്റിൻ എന്നൊരു മന്ത്രി ഇടുക്കിയിൽ മത്സരിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യത്തിലും അപ്പോൾ ഒരു തീരുമാനമാകുമെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നീടുള്ളത് കോട്ടയം ജില്ലയാണ്. കോട്ടയം ജില്ലയിലും വലിയ മുന്നേറ്റം ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നു. അവിടെയും LDFന്റെ മന്ത്രിമാർ മത്സരിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയും UDFനെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ, അവർ പ്രതീക്ഷ വെച്ച രീതിയിലുള്ള ഒരു മുന്നേറ്റം എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രകടമായി എന്നുള്ളതാണ്. മറ്റൊന്ന് ആലപ്പുഴയാണ്. ആലപ്പുഴയിൽ വളരെ മോശം പെർഫോമൻസ് ആണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ UDFനുണ്ടായിരുന്നത്. 9 മണ്ഡലങ്ങളിൽ ഒറ്റ സീറ്റ് മാത്രമാണ് ജയിച്ചത്. അവിടെ ഹരിപ്പാട് രമേശ് ചെന്നിത്തല മാത്രമാണ് നിയമസഭയിലെത്തിയത്. എന്നാൽ ഇത്തവണ ആ 9 മണ്ഡലങ്ങളിൽ 6 സീറ്റ് വരെ നേടാമെന്നാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ പറയുന്നത്. അവിടെ G സുധാകരൻ മത്സരിക്കുന്നുണ്ട്. അത് അമ്പലപ്പുഴയും അതുപോലെ തന്നെ ആലപ്പുഴ പോലെ AD തോമസിനെ പോലെ വളരെ ചെറുപ്പക്കാരനായ ഒരു സ്ഥാനാർത്ഥി UDFന് വേണ്ടി മത്സരിക്കുന്നു. LDFന്റെ ശക്തി കേന്ദ്രമാണ് അവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാകും എന്നുള്ളതാണ് ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. അങ്ങനെയെങ്കിൽ മധ്യ കേരളത്തിൽ നിലവിലുള്ള 50 സീറ്റുകളിൽ നേരത്തെ ഉണ്ടായിരുന്ന 16 സീറ്റിൽ അത് 30-ലധികം സീറ്റായി ഇരട്ടി സീറ്റുകളിലേക്ക് കൊണ്ടുവന്ന് ഭരണം പിടിക്കുമെന്നുള്ളതാണ് എക്സിറ്റ് പോൾ ഫലങ്ങൾ. അതിനുള്ള സാധ്യത നേരത്തെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു. അതുപോലെ തന്നെ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ പ്രകടമായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം.